യുവത്വമേ നിങ്ങളോടാണ്, മക്കളെ നിങ്ങളോടാണ്, പെങ്ങളെ നിങ്ങളോടാണ്. നിന്റെ ഉമ്മയെ വെറുക്കല്ലേ. ഷാറുവാക്കവിയെ വെറുത്തോ, കബീർ വാക്കവിയെ വെറുത്തോ, ഈ ഉസ്താദിനെ വെറുത്തോ, സിംസാറുലക്കിനെ വെറുത്തോ, എല്ലാ പ്രവാസകന്മാരെയും വെറുത്തോ, എല്ലാ സംഘാടകരെയും വെറുത്തോ. അവരെ കുറിച്ച് നിനക്ക് എന്തും പറയാ, എന്തും നീ പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷേ എനിക്ക് എന്റെ സ്നേഹിതന്മാരായ സഹോദരങ്ങളോട് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാ, നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ. ഒരുപാട് പാവപ്പെട്ടവരെ കെട്ടിച്ചുവിട്ട് കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ച കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, ഒരുപാട് യതീമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ. നിന്നോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് പാവപ്പെട്ട നൗഷാദ് ബാക്കവി പറയുകയാണ്, നിന്റെ കൽബ് തുറന്നൊന്ന് കേൾക്കണം പൊന്നുപോലെ, ആ കൽബിന്റെ അകത്തൊന്ന് ഇറക്കി വെക്കണം പൊന്നുപോലെ. കാമുകിയുടെ പിന്നാലെ ഫ്രീക്കനായി മുടിവെട്ടിയിട്ട് മോഡൽ വസ്ത്രം ധരിച്ചിട്ട് മുഖത്തിന് ശരാത്ത കണ്ണടയും വെച്ചിട്ട് കാമുകിയുടെ പിന്നാലെ പേ പിടിച്ചവനെ പോലെ ഉമിനീരി ഇത്തിരിയിട്ട് നടക്കുന്നതിന് പകരം ചെല്ലോ, നിന്റെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ജീവജലം പോലെ ഇരിക്കുന്ന ഉമ്മ, നിന്നെ പ്രസവിച്ച ഉമ്മ, നിനക്ക് പാല് തന്ന ഉമ്മ, നിന്നെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് വീടിന്റെ മൂലയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മ, നിനക്ക് ഭക്ഷണം തന്ന ഉപ്പ, നീ കിടന്നുറങ്ങിയ ചെറിയ കാലത്തെ രാത്രികളിലല്ലോ നിന്റെ വീടിന്റെ അകത്ത് വന്ന് കട്ടിലിന്റെ ചാരത്ത് വന്നിട്ട് നീ കിടന്നുറങ്ങുമ്പോ, ആ കിടന്നുറങ്ങുന്നോ നിന്റെ കവളത്ത് മുത്തം തന്നുപോയ പ്രിയപ്പെട്ട ഉപ്പോ, ആ പ്രിയപ്പെട്ട ഉപ്പാടെ മുമ്പിലേക്ക് ചെല്ലുക, ഉമ്മാടെ മുമ്പിലേക്ക് ചെല്ലുക. നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഈ ഗുണം ചെയ്യുക. എങ്ങനെയാണ് ഗുണം ചെയ്യേണ്ടത്? ഉമ്മാക്ക് കുറെ കാശ് കൊടുത്തത് കൊണ്ടല്ല, ഉമ്മാക്ക് കുറെ പണം കൊടുത്തു പോയത് കൊണ്ടല്ല, ഉമ്മാന്റെ അടുത്ത് ചെന്നിരിക്കുക. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഗുണം ചെയ്തതുപോലെ എന്റെ ഉമ്മ നിങ്ങളെ വിട്ട് ഞാനെങ്ങും പോവില്ല. മുത്തുനബിയെ കാണാൻ നീ പൊക്കോ മോനെ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഉമ്മ, ഞാൻ മുത്തിനെ കാണാൻ മദീനത്ത് ചെല്ലുമ്പോ എന്റെ ഉമ്മാടെ കാലുവേദന എടുത്താൽ ആരാണ് തടവുക? ഉമ്മാക്കാരാണ് വെള്ളം തരിക, ഉമ്മാക്കാരാണ് മരുന്ന് തരിക. അതുകൊണ്ട് ഉമ്മ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് അവസാനം ഉമ്മയുടെ പൊരുത്തം കിട്ടിയ പൊന്നുമോൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ അനുചരന്മാരാകാൻ എന്റെ കളങ്കരയിലെ ചെറുപ്പക്കാര് മനസ്സ് വെക്കുക. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ. മഹല്ല സംഘടനയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുകയാ, നിങ്ങൾ സംഘടന നടത്തിക്കോ, നിങ്ങൾ പാവപ്പെട്ട മക്കളെ കെട്ടിച്ചോ. നൗഷാദ് ബാക്കവി എന്ന പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിലടിക്കണ്ട, നിങ്ങളുടെ നാട് നശിക്കണ്ട. തെറ്റുകാരെപ്പോഴും ആലിമീങ്ങൾ തന്നെയാണല്ലോ, അവർ ദൂരത്തിൽ നിന്ന് വരുന്നവരല്ലേ. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ആളുകളോട് ഞാൻ പറയുകയാ, നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ നിർത്തണ്ട. ഞങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നാ പോരെ. ഞങ്ങൾ പണം മോഹിച്ച് വന്നവരല്ല ചെറുപ്പക്കാരാ, ഞങ്ങൾ നിങ്ങളുടെ സ്നേഹം കുറിച്ച് വന്നവരാ, നിങ്ങളുടെ നാടിനോടുള്ള സ്നേഹം കൊണ്ടുവന്നവരാ. ഒരുപാട് അന്യാക്കൾ കിടക്കുന്ന സ്ഥലമല്ലേ, ഒരുപാട് ആരിശീകൾ കിടക്കുന്ന സ്ഥലമല്ലേ, ഒരുപാട് കറാമത്തിന്റെ കനക കൊട്ടാരം പണിഞ്ഞ സ്വാലിഹീങ്ങൾ കിടന്നുറങ്ങുന്ന സ്ഥലമല്ലേ, ഒരുപാട് പള്ളികളുള്ള സ്ഥലമല്ലേ. പണത്തിന് വേണ്ടിയാണെങ്കിൽ പ്രയോജനങ്ങളുണ്ട് എന്ന് പറയാ. നിങ്ങളെന്നാലും അവനെ കരുതിപ്പോയല്ലോ. ഈ പാവപ്പെട്ടവനെ കുറിച്ചൊക്കെ എന്നാലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു പോയല്ലോ. എത്ര കൽബ് പൊട്ടിച്ച് കാണിച്ചു എന്നിട്ടും തിരിച്ചറിഞ്ഞില്ലല്ലോ. എന്തൊക്കെ സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ. ഒരു കീറി കുറച്ച ഒരു പച്ച പോലെയുടെ താഴെ കിടന്ന കാസർഗോഡ് ജില്ലയിലെ ഖദീജ എന്ന് പറയുന്ന പാവപ്പെട്ട ഉമ്മ, ആ ഉമ്മാക്ക് കിടക്കാതെ വന്നപ്പോ ഒന്ന് പോയി ഒരു നോക്ക് കണ്ട് ആ ഫോട്ടോ ഒന്ന് യൂട്യൂബിലിട്ടപ്പോ എപ്പോ സഹോദരങ്ങൾ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അവസാനം ഒരു വീടാ പ്രിയപ്പെട്ട ഉമ്മാക്ക് കിട്ടിയല്ലോ. അതിന് നൗഷാദ് ബാക്കവിയുടെ ഒരു വാക്കൊരു പക്ഷേ ഒരു കാരണമായെങ്കിൽ അൽഹംദുലില്ലാഹ് ചെയ്തല്ലോ. എന്നിട്ട് ഞാൻ കണ്ടു മംഗലാപുരത്ത് പോയപ്പോ എന്റെ കൂട്ടുകാരൻ അമ്പ് വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ ഒരു വീടുണ്ട് ഉസ്താദേ, അവിടുത്തെ മക്കൾക്ക് നടക്കാൻ പറ്റൂല ഉസ്താദേ, അവർക്ക് സഹായിക്കാൻ ആരുമില്ല ഉസ്താദേ. ഉസ്താദിന്റെ പ്രസംഗത്തിലൊന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ആ പരിപാടിക്ക് ഈ ജില്ലയിൽ ആ
പക്ഷേ ഈ പഠിച്ചുകൂടിയായിരുവരെന്നെ സ്നേഹിക്കുന്നവരല്ലേ, ആരെന്ത് പറഞ്ഞാലും ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് മാലിക്കതിനാറിന്റെ തലങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ട് തടിച്ചുകൂടിയ ഈ ജനസാഗരത്തിന്റെ സ്നേഹം കണ്ടുപോയപ്പോ അറിയാതെ വീണ്ടും മനസ്സിലഞ്ഞു പോയതാ. ഞാനത് പാവപ്പെട്ടവരായതുകൊണ്ടാണ് ഞാൻ ആരെന്ത് ചെയ്താലും എല്ലാം മറന്ന് വീണ്ടും വീണ്ടും ഓടി വരുന്നത്. എന്റെ പൊന്നുപ്പ, എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരൊക്കെ സാധുക്കളായതുകൊണ്ടാ. എന്റെ തലക്കരയിൽ വന്ന സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഒരു കാര്യത്തിൽ